Good afternoon. Good afternoon, ma'am. Okay, good afternoon. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, വിച്ച് ഈസ് ഏതാണ്? ലേബർ റൂം. ഓക്കെ, ചാപ്റ്റർ 29 ലേബർ റൂം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്ക്രീൻ ക്ലിയർ അല്ലേ? ചാപ്റ്റർ 29 ലേബർ റൂം. ഓക്കെ, എന്താണ് ലേബർ റൂം? നോക്കാം. Obstetrics and gynecology services are practiced in almost all of the hospitals where obstetrics deals with the process of childbirth. അപ്പോ ഒബ്സ്റ്റെട്രിക്സ് അല്ലെങ്കിൽ ഗൈനക്കോളജി എന്ന് പറയുന്നത് ഒരു ട്വിൻ സബ്ജക്റ്റ് ആണ്. ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ട്വിൻ സബ്ജക്റ്റ് ആണ് ഒബ്സ്റ്റെട്രിക്സും ഗൈനക്കോളജിയും. ഓക്കെ, അപ്പൊ എന്താണ് ഒബ്സ്റ്റെട്രിക്സ്? ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ് ബർത്ത് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ഒബ്സ്റ്റെട്രിക്സ്? ചൈൽഡ് ബർത്ത് പ്രോസസ്സുമായിട്ട് മാത്രം വരുന്ന പ്രോസസ്സുമായിട്ട് വരുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെക്ഷൻ ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. വേറാസ് ഗൈനക്കോളജി എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളെ കണ്ടെത്തുകയും അത് ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്? ഒബ്സ്റ്റെട്രിക്സ് ഈസ് ദ ഫീൽഡ് ഓഫ് സ്റ്റഡി കോൺസെൻട്രേറ്റഡ് ഓൺ പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ആൻഡ് ദ പോസ്റ്റ്പാർട്ടം പീരീഡ്. ഓക്കെ, പ്രഗ്നൻസി ടൈം, പിന്നെന്താണ്? ചൈൽഡ് ബർത്ത്, പ്രസവം, ഗർഭധാരണം, പ്രസവം, പ്രസവാനന്തര കാലഘട്ടം, അതാണ് പോസ്റ്റ്പാർട്ടം പീരീഡ്. ഇതിനെ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചൈൽഡ് ബർത്ത് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ്. വേറാസ് ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുകയും അത് കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ്, ഒരു മെഡിക്കൽ ബ്രാഞ്ച് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറയുന്ന സർവീസുകൾ എല്ലാ ഹോസ്പിറ്റലുകളും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളാണ് അല്ലെ? എല്ലാ ഹോസ്പിറ്റൽസിലും ഈ ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റും ഗൈനക് ഡിപ്പാർട്ട്മെന്റും ഉണ്ടായിരിക്കും, ആണല്ലോ? ഫങ്ഷണൽ ഏരിയ ഓഫ് ദ മെറ്റേണിറ്റി വാർഡ്. അപ്പൊ മെറ്റേണിറ്റി വാർഡ്, ഈ ഹോസ്പിറ്റലിൽ കാണപ്പെടുന്ന ഈ മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഏരിയാസ്, ഏതൊക്കെ ഏരിയാസ് ആണ് ഈ മെറ്റേണിറ്റി വാർഡിൽ അല്ലെങ്കിൽ പ്രസവ വാർഡിൽ ഉൾപ്പെടുന്നത്? ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് റിസീവിംഗ് ഏരിയ, സെക്കൻഡ് വൺ എക്സാമിനേഷൻ ഏരിയ. ഓക്കെ, റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി അല്ലെങ്കിൽ ലേബർ റൂം, and the last one post delivery observation room. ഓക്കെ, ഏതൊക്കെയാണ് 5 ഏരിയാസ്? മെറ്റേണിറ്റി വാർഡിൽ കാണപ്പെടുന്ന 5 ഏരിയാസ് ആണ്. റിസീവിംഗ് ഏരിയ വരുന്നുണ്ട്, എക്സാമിനേഷൻ ഏരിയ വരുന്നുണ്ട്, പ്രീ ഡെലിവറി റൂം വരുന്നുണ്ട്, പിന്നെ ഏതാണ്? ഡെലിവറി റൂം വരുന്നുണ്ട്, ദെൻ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂമും ഈ ഏരിയയിൽ വരുന്നുണ്ട്. ഓക്കെ, എന്താണ് ഈ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറയാം, നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ ആണ് റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. എന്താണ് റിസീവിംഗ് ഏരിയ? ഈ പേഷ്യന്റിന്റെ അറൈവല് അല്ലെങ്കിൽ എന്താണ് ഇനീഷ്യൽ പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏരിയയാണ് ഈ റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റ് ഫസ്റ്റ് വരുന്നത് ഈ റിസീവിംഗ് ഏരിയയിലാണ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ, ജോയിന്റ് ആവുന്ന എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അപ്പോ ഈ എന്താണ് ഈ പേഷ്യന്റിന്റെ അറൈവല്, പിന്നെന്താണ് ഇനീഷ്യൽ പ്രോസസ്സിംഗ് എല്ലാം എഫിഷ്യന്റ് ആയിട്ട് കംഫർട്ട് ആയിട്ട് മാനേജ് ചെയ്യുന്നതിനാണ് ഈ റിസീവിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്.
ഓക്കെ, ക്ലിയർ ആണല്ലോ. സെക്കൻഡ് ആണ് എക്സാമിനേഷൻ ഏരിയ. എന്താണ് എക്സാമിനേഷൻ ഏരിയ? ഇപ്പൊ റിസീവിംഗ് ഏരിയയിൽ വന്ന ഒരു പേഷ്യന്റിനെ കൂടുതലായിട്ട് വിശദമായിട്ട് നമുക്ക് എക്സാമിൻ ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കണം, ഇനീഷ്യൽ മെഡിക്കൽ അസസ്മെന്റ് നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രൈവറ്റ് റൂം ആണ് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റിസീവിംഗ് ഏരിയയിൽ എത്തിയ പേഷ്യന്റ് എന്താണ് കൂടുതൽ എക്സാമിനേഷന് വേണ്ടി, കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൈവറ്റ് ഏരിയയാണ് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? പ്രീ ഡെലിവറി റൂം. പ്രീ ഡെലിവറി റൂം എന്താണ്? ആ പേഷ്യന്റ്, ആ മദർ എന്താണ് ഡെലിവറിക്ക് വേണ്ടി തയ്യാറാകുന്നത് വരെ സ്റ്റേ ചെയ്യുന്ന ഒരു റൂം ആണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. ഓക്കെ, ആ പേഷ്യന്റ് എന്താണ് ഡെലിവറിക്ക് ആ ഡെലിവറി ടൈം വരെ സ്റ്റേ ചെയ്യുന്ന ആ റൂമിനെയാണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത് ഒരു സാധാരണ റൂം പോലെയാണോ? അല്ല. ഈ അവിടെ അഡ്മിറ്റ് ആകുന്ന പേഷ്യന്റ് നമ്മൾ പ്രത്യേകം കെയറുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ പേഷ്യന്റിന്റെ വൈറ്റൽ സിഗ്നൽസ്, വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള എല്ലാ ഡിവൈസുകളും ഈ പ്രീ ഡെലിവറി റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പേഷ്യന്റിന്റെ എന്താണ് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാം, പിന്നെന്താണ് ബേബിയുടെ, എസ്പെഷ്യലി ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള എല്ലാ സിസ്റ്റങ്ങളും എല്ലാ ഡിവൈസുകളും ഈ പ്രീ ഡെലിവറി റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ പ്രീ ഡെലിവറി റൂം ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ആയിരുന്നു റിസീവിംഗ് ഏരിയ. ഒരു പേഷ്യന്റ് ആദ്യം വരുന്നത് ഈ റിസീവിംഗ് ഏരിയയിലോട്ടാണ്. അതിനുശേഷം എക്സാമിനേഷൻ ഏരിയ, കൂടുതൽ വിശദമായ പരിശോധനകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രൈവറ്റ് റൂം ആണ് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം വരുന്ന പേഷ്യന്റ് വരുന്നത് എങ്ങോട്ടേക്കാണ്? പ്രീ ഡെലിവറി റൂമിലേക്കാണ്. ഓക്കെ, ഡെലിവറിക്ക് മുൻപ്, ഡെലിവറി നടക്കുന്നത് വരെ ആ പേഷ്യന്റ് എവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്ന റൂമാണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. ഈ റൂമിലാണ് സ്പെഷ്യലൈസ്ഡ് ടൂൾസുകൾ, ഡിവൈസുകൾ, പേഷ്യന്റിന്റെ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്ന റൂമാണ് പ്രീ ഡെലിവറി റൂം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എങ്ങോട്ടേക്കാ പോകുന്നത്? ഡെലിവറി അല്ലെങ്കിൽ ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ മെറ്റേണിറ്റി വാർഡിനുള്ളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു റൂമാണ് ഏത് റൂം? ലേബർ റൂം എന്ന് പറയുന്നത്. ഇവിടെയാണ് ചൈൽഡ് ബർത്ത് പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഈ മെറ്റേണിറ്റി വാർഡിനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡെലിവറി റൂം. ഈ ഏരിയയിലാണ് ചൈൽഡ് ബർത്ത് പ്രോസസ്സ് നടക്കുന്നത്. ഈ ഏതാണ്? ഡെലിവറി റൂമിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പ്രീ ഡെലിവറി റൂമിൽ ഉണ്ടായതുപോലെ തന്നെ എല്ലാ ഡിവൈസുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യമായിട്ട് ചൈൽഡ് ബർത്ത് പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും ഈ റൂമിലും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഡെലിവറി റൂം. നെക്സ്റ്റ് വൺ ഏതാണ്? ഓക്കെ, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. എന്താണ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം? അതിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പൊ ഡെലിവറി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ ബേബിയെയും അമ്മയെയും കുഞ്ഞിനെയും ഷിഫ്റ്റ് ചെയ്യിക്കുന്ന റൂമാണ് ഏതാണ്? പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. അതായത് ഡെലിവറി കഴിഞ്ഞ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അമ്മയെയും കുഞ്ഞിനെയും ഒബ്സർവേഷനിലേക്ക് മാറ്റുന്നതിനുള്ള റൂമാണ് ഏത്? പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ്? എന്താണ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി? എന്താണ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന് പറയുന്നത്? ചൈൽഡ് ബർത്ത് പ്രോസസ്സ്, ഓക്കെ, അതിനെ ഡീല് ചെയ്യുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ഡീൽസ് വിത്ത് പ്രോസസ് ഓഫ് ചൈൽഡ് ബർത്ത്. ചൈൽഡ് ബർത്ത് പ്രോസസ്സിനെ ഡീല് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. അതേസമയം ഗൈനക്കോളജി എന്താണ്? ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ ചാൻസസ് ഉള്ള രോഗങ്ങളെ എന്താണ് കണ്ടെത്തുകയും അതിനെ രോഗനിർണയം നടത്തുകയും ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നതിനുള്ള ഒരു മെഡിക്കൽ ബ്രാഞ്ച് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെറ്റേണിറ്റി വാർഡില് മെയിൻ ആയിട്ട് 5 ഏരിയാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 5 ഏരിയാസ്? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം.
5 ഏരിയാസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റിസീവിംഗ് ഏരിയ. പേഷ്യന്റ് ആദ്യം വരുന്നത് ഏതാണ്? റിസീവിംഗ് ഏരിയയിലോട്ടാണ്. അതിനുശേഷം പോകുന്ന നെക്സ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് റൂമാണ്, ഏരിയയാണ് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് പേഷ്യന്റിനെ കൂടുതൽ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്ന പ്രൈവറ്റ് റൂമാണ് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് റൂം ഏതാണ്? റൂമാണ്. ഡെലിവറി ആകുന്നത് വരെ, ആ ടൈം വരെ പേഷ്യന്റ് സ്റ്റേ ചെയ്യുന്ന, വെയിറ്റ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് റൂംസ് ആണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. ബേബിയുടെയും മദറിന്റെയും വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ഡിവൈസുകളും ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. ദെൻ ഡെലിവറി റൂം അല്ലെങ്കിൽ ലേബർ റൂം എന്ന് പറയുന്നു. അതായത് എന്താണ്? ചൈൽഡ് ബർത്ത് പ്രോസസ്സ് നടക്കുന്ന ആ റൂമിനെയാണ് ആ സ്പെഷ്യൽ ഇത്രയും റൂമുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂമാണ് ലേബർ റൂം എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഡെലിവറി പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അമ്മയെയും കുഞ്ഞിനെയും എന്താണ് ഒബ്സർവേഷന് വേണ്ടി മാറ്റുന്ന ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാഡം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? The labor room, also named as birthing unit. Okay, birthing, BIRTHING, birthing unit in the hospital is where childbirth takes place. Is one of the most versatile rooms in the hospital, which grants special facilities assuring safe prenatal care, delivery and immediate postnatal care for the mothers and infants. അപ്പൊ ലേബർ റൂമിന്റെ മറ്റൊരു പേരെന്താണ്? ലേബർ റൂമിനെ പറയുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. അപ്പൊ ബർത്തിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാലും ഏതാണ്? ലേബർ റൂം തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? പ്രോസസ് നടക്കുന്ന ഓക്കെ. ഈ ബർത്തിങ് യൂണിറ്റ് ബർത്തിങ് യൂണിറ്റ് BIR ആണോ? BIRTHING, ബർത്തിങ് യൂണിറ്റ്. ഓക്കെ. ലേബർ റൂമിന് പറയുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. ഓക്കെ. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും, മദറിനും ഇൻഫാന്റിനും എന്താണ്? സുരക്ഷിതമായിട്ടുള്ള പ്രീനേറ്റൽ കെയർ, ഡെലിവറിക്ക് മുൻപുള്ള കെയറും ഡെലിവറി ടൈമിലുള്ള കെയറും പിന്നെ എന്താണ്? ആഫ്റ്റർ ഡെലിവറി കെയർ. ഓക്കെ. ഈ കെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ ഫെസിലിറ്റീസ് നൽകുന്ന ഹോസ്പിറ്റൽസിലെ വേഴ്സറ്റൈൽ റൂം ആണ് ലേബർ റൂം അല്ലെങ്കിൽ ബർത്തിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പ്രീനേറ്റൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെലിവറി ടൈമിൽ ആവശ്യമായ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ്? പോസ്റ്റ് നേറ്റൽ കെയർ, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള എല്ലാ കെയറുകളും പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടുത്തിയിരിക്കുന്ന വേഴ്സറ്റൈൽ റൂമിനെയാണ് നമ്മൾ ലേബർ റൂം അല്ലെങ്കിൽ ബർത്തിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഏതൊക്കെയാണ്? പ്രീനേറ്റൽ വരുന്നുണ്ട്, ഡെലിവറി കെയർ വരുന്നുണ്ട്, പിന്നെ ഏതാണ്? പോസ്റ്റ് നേറ്റൽ കെയറും വരുന്നുണ്ട്. ഓക്കെ. എ pregnant woman will go to the delivery room when she is in the active phase of labor. ഓക്കെ. ഡെലിവറിക്ക് എത്തുന്ന പേഷ്യന്റ്, ആ മദർ എങ്ങനെയാണ്? പെയിനുമായിട്ട് വരുന്ന എല്ലാവരും നേരെ ഡയറക്റ്റ് ആയിട്ട് ലേബർ റൂമിലോട്ടാണോ പോകുന്നത്? അല്ല. എങ്ങനെയാണ്? ആക്റ്റീവ് ഫേസിലുള്ള നല്ല പെയിൻ ഉള്ള പേഷ്യന്റ് ആണ് ലേബർ റൂമിലോട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. This unit is devised to handle a birth for women, minor surgeries and procedures. അപ്പൊ അതിനാവശ്യമായ എല്ലാ മൈനർ സർജറീസും പ്രൊസീജിയേഴ്സും ഹാൻഡിൽ ചെയ്യുന്നതിന് വികസിപ്പിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ യൂണിറ്റ് കൂടിയാണ് ലേബർ റൂം അല്ലെങ്കിൽ ഏത്? ബർത്തിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. The labor delivery recovery room, which is LDR. LDR എന്ന് കേട്ടാൽ ഏതാണ്? Labor Delivery Recovery Room are in charge of accommodating all kinds of delivery, providing maximum assurance and efficient obstetrical care. Okay. അപ്പൊ ഈ ലേബർ ഡെലിവറി റിക്കവറി റൂം എന്താണ്? എല്ലാത്തരം ഡെലിവറീസും, ഇപ്പോ നോർമൽ ഡെലിവറി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സിസേറിയൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എല്ലാ ടൈപ്സ് ഓഫ് ഡെലിവറിക്കും ആവശ്യമായ മാക്സിമം എന്താണ് ഉറപ്പും എഫിഷ്യന്റുമായിട്ടുള്ള പ്രസവ ചികിത്സയും ഈ ലേബർ കെയർ എന്താണ്? ഈ ലേബർ റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
എല്ലാത്തരം ഡെലിവറി സിസേറിയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ എല്ലാത്തിനും ആവശ്യമായ എല്ലാ കെയറും എഫിഷ്യന്റ് ആയിട്ടുള്ള എല്ലാ പ്രസവ ചികിത്സയും ഈ ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇൻ certain healthcare institutions, LDR means labor delivery recovery room, also known as LDRP suite. എന്താണ് LDRP suite എന്ന് പറഞ്ഞാല്? ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം യൂണിറ്റ്. ഓക്കെ, പോസ്റ്റ്മോർട്ടം യൂണിറ്റ്. അപ്പോ LDRന്റെ മറ്റൊരു പേരെന്താണ്? LDRP എന്നും അറിയപ്പെടുന്നുണ്ട്. LDRP എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം സ്യൂട്ട്. ക്ലിയർ ആണോ? ഇറ്റ് ഈസ് വൺ ഓഫ് ദി particular of the obstetrical department that grants all the required clinical facilities with quality infrastructure, sufficient supply of equipment, consumable and availability of well-trained human resources. അപ്പോൾ ഈ ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാ ഡെലിവറിക്കും ആവശ്യമായ എല്ലാ കെയറും എഫിഷ്യൻസിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കൂടാതെ മറ്റെന്ത് പ്രത്യേകതകളാണ് ഈ ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റിനുള്ളത്? എന്തൊക്കെയാണ്? ആവശ്യമായ എല്ലാ ക്ലിനിക്കൽ സൗകര്യങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗുണമേന്മയുള്ള ക്വാളിറ്റിയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമായ എല്ലാ എക്യുപ്മെന്റ്സുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള എങ്ങനെയാണ് ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാ ക്ലിനിക്കൽ സൗകര്യങ്ങളും എല്ലാ ക്ലിനിക്കൽ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനാവശ്യമായ എല്ലാ എക്യുപ്മെന്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ സർവീസും ഇത്തരം ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒബ്സ്റ്റെട്രിക്സ് എന്താണെന്ന് പഠിച്ചു, ഗൈനക്കോളജി എന്താണ് ഡീൽ ചെയ്യുന്നതെന്ന് പഠിച്ചു. ഓക്കെ, ഈ മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഡിഫറെന്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഈ ഡിഫറെന്റ് ഏരിയാസിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെന്താണ്? ലേബർ റൂമിന്റെ മറ്റൊരു പേരെന്താണ്? എന്തായിരുന്നു ലേബർ റൂമിന്റെ മറ്റൊരു പേര്? ബർത്തിങ് യൂണിറ്റ് എന്ന് പറയുന്നുണ്ട്. ലേബർ റൂമിന്റെ മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, പിന്നെന്താ പഠിച്ചത്? LDR. LDR എന്തായിരുന്നു? ലേബർ ഡെലിവറി റിക്കവറി റൂം. മറ്റൊരു പേരെന്തായിരുന്നു? LDRP. ബർത്തിങ് യൂണിറ്റ്, BIRTHING. ഓക്കെ, LDRP എന്തായിരുന്നു? LDRP ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം സ്യൂട്ട്സ്. ഓക്കെ, പിന്നെ ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സർവീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? എത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? സുരഭി. All clinical facilities, equipments, well trained and efficient staff service ഇവയൊക്കെയാണ് ഒബ്സ്റ്റെട്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സർവീസ്. എല്ലാ എക്യുപ്മെന്റ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്ലിനിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓക്കെ, പ്ലീസ് മ്യൂട്ട് ചെയ്തോളൂ. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ സർവീസും ഇത്തരം ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ടോപ്പിക് ആണ് ലൊക്കേഷൻ. ഓക്കെ, ഈ ലേബർ റൂമിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? PDF ഇല്ല എല്ലാവരുടെയും കയ്യില്? ഉണ്ടോ? ഉണ്ട് മാഡം. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ആയിരുന്നു ഒന്ന് ലേബർ റൂം ആണ് എടുക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, പറഞ്ഞോട്ടെ? ഓക്കെ, നെക്സ്റ്റ് ആണ് ലൊക്കേഷൻ. എവിടെയായിരിക്കണം ലൊക്കേഷൻ? ഈ ലേബർ റൂമിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? റിജു
ഓക്കെ, ലൊക്കേഷൻ. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. എവിടെ ആയിരിക്കണം ഈ ലേബർ റൂമിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്? ഡിസൈൻ അല്ലേ മേഡം? അത് എന്തോ ഡിസൈൻ മുകളിൽ ലൊക്കേഷൻ, മുകളിൽ ലൊക്കേഷൻ കണ്ടോ? ഇല്ല മേഡം, കണ്ടില്ല. ലൊക്കേഷൻ കണ്ടില്ല? ഡിസൈനിന്റെ ടോപ്പിക് ലൊക്കേഷൻ ഇല്ല മേഡം. കയ്യിൽ PDF ഉണ്ടോ? ഇല്ല മേഡം. മേഡം ഉണ്ട്. അപ്പൊ PDF നോക്കിക്കോളൂ. PDF കണ്ടില്ലേ ലൊക്കേഷൻ? ഇപ്പൊ കണ്ട് മേഡം, കണ്ട് ലൊക്കേഷൻ. ഓക്കെ. അപ്പോ എന്താണ്? ദിസ് സെക്ഷൻ ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ എ കൺവീനിയന്റ് ബട്ട് ഐസൊലേറ്റഡ് ഏരിയ. എവിടെ ആയിരിക്കണം? കൺവീനിയന്റ് ആയിട്ടുള്ള, സൗകര്യപ്രദമായിട്ടുള്ള, എന്നാൽ എങ്ങനെയായിരിക്കണം? ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം. ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കണം, ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിരിക്കണം ലേബർ റൂം സ്ഥിതി ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ദിസ് സെക്ഷൻ ഷുഡ് ബി ലൊക്കേറ്റഡ് ഇൻ എ കൺവീനിയന്റ് ബട്ട് ഐസൊലേറ്റഡ് ഏരിയ. സൗകര്യപ്രദമായതും എന്നാൽ ഒറ്റപ്പെട്ടതുമായ ഒരു ഏരിയയിലായിരിക്കണം ഈ ലേബർ റൂം സ്ഥിതി ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ദ ലേബർ റൂം though remote must be reachable from the entrance of the department to stay away from, study എന്നാണ് അത് പറ്റിയിട്ട് stay ആക്കൂ, to stay away from unnecessary specific while also providing privacy to patients. ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം, ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്? പേഷ്യൻസിന് പ്രൈവസി നൽകണം. ഓക്കെ, പേഷ്യൻസിന് പ്രൈവസി നൽകുന്നതിനോടൊപ്പം ഡിപ്പാർട്ട്മെന്റിന്റെ, ഒബ്സ്റ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസിൽ നിന്നും മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ ഈസിലി ആ ഏരിയയിലോട്ട്, ആ ലേബർ റൂമിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലുള്ള പാസേജ് ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണ്? എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലുള്ള പാസേജോട് കൂടിയ ലേബർ റൂംസ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ്? ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം? കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം, ഐസൊലേറ്റഡ് ഏരിയ ആയിരിക്കണം. നമുക്ക് ആ ലേബർ റൂമിലേക്ക് പോകുന്ന പാസേജിൽ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത്തരത്തിലുള്ള ഒരു പാസേജ് ആയിരിക്കണം ഈ ലേബർ റൂമിലേക്ക് വേണ്ട പാസേജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഷുഡ് ബി നോട്ട് far from the operation theatre and surgical unit while facilitating the movement of patients, avoiding cross pollution. എന്താ അതിൽ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും എങ്ങനെ അകലെ ആയിരിക്കാനായിട്ട് പാടില്ല. ഈ ലേബർ റൂം എന്ന് പറയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിനും സർജിക്കൽ യൂണിറ്റിനും അടുത്തായിരിക്കണം. എന്തുകൊണ്ടാണ് അടുത്തായിരിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു സിസേറിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സർജറിയോ വേണ്ടി വന്നാൽ, ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഈസിലി അല്ലെങ്കിൽ പെട്ടെന്ന് മൂവ് ചെയ്യിക്കാനായിട്ട് കഴിയുന്ന അടുത്തായിരിക്കണം ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ലൊക്കേഷൻ എവിടെ ആയിരിക്കണം? കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കണം, ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം. അതോടൊപ്പം തന്നെ എങ്ങനെയാണ്? ആ എൻട്രൻസിൽ നിന്നും ലേബർ റൂമിലേക്കുള്ള പാസേജ് എന്ന് പറയുന്നത് മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ ആ പേഷ്യന്റിന് മൂവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലായിരിക്കണം. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? ഒരു നോർമൽ ഡെലിവറിക്ക് എത്തിയ പേഷ്യന്റിന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി കണ്ടക്ട് ചെയ്യേണ്ടി വന്നാൽ, ആ സമയം നമുക്ക് പേഷ്യന്റിനെ ആ ലേബർ റൂമിൽ നിന്നും എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, അപ്പൊ അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം യൂണിറ്റ് ഉണ്ട് അല്ലെ? ആഫ്റ്റർ സർജറി അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം ഈ പേഷ്യന്റിനെ, ഈ മദറിനെയും കുഞ്ഞിനെയും ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു റൂം ഉണ്ട്. ഓക്കെ, പോസ്റ്റ്മോർട്ടം യൂണിറ്റ്. ഇതിനും അടുത്തായിരിക്കണം ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഈ സർജറിക്ക് ശേഷം അമ്മയെയും കുഞ്ഞിനെയും മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അതിനുള്ള സൗകര്യപ്രദമായിട്ട്, അതിനുള്ള സൗകര്യത്തിനനുസരിച്ച് എന്തായിരിക്കണം? അടുത്തായിരിക്കണം ലേബർ റൂം. പോസ്റ്റ്മോർട്ടം യൂണിറ്റിനും അടുത്തായിരിക്കണം ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ NICU. എന്താ NICU? നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇപ്പൊ ന്യൂബോൺ ബേബീസിന് എന്തെങ്കിലും എന്താണ് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ അറ്റൻഷൻ ആവശ്യമായിട്ട് വന്നാലും നമ്മൾ ടൈംലി അത് പ്രൊവൈഡ് ചെയ്യണം, വേണ്ടേ?
ആ സമയത്ത് തന്നെ നമുക്കത് പ്രൊവൈഡ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഈ NICU എവിടെ ആയിരിക്കണം? മാഡം നിയോനേറ്റ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICU അല്ലേ? NICUവിന് അടുത്തായിരിക്കണം ഈ ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ലൊക്കേഷൻ എവിടെ ആയിരിക്കണം? സുരഭി കൺവീനിയന്റ് ആയിരിക്കണം, ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. സുരഭി, എവിടെ ആയിരിക്കണം ലൊക്കേഷൻ? ഒരു ലേബർ റൂമിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എവിടെയായിരിക്കണം? കൺവീനിയന്റ് ആൻഡ് ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം ലൊക്കേഷൻ. ഒറ്റപ്പെട്ട സൗകര്യമുള്ളതുമായ ഒരു ഏരിയയിലായിരിക്കണം. പേഷ്യൻസിന്റെ പ്രൈവസി നൽകുന്നതിനോടൊപ്പം തന്നെ ഒബ്സ്റ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലേബർ റൂമിലുള്ള പാസേജ് ഒക്കെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ പേഷ്യന്റിനെ മൂവ് ചെയ്യാൻ കഴിക്കുന്നതായിരിക്കണം. സർജിക്കൽ യൂണിറ്റിന്റെയും അടുത്തായിരിക്കണം. എന്ന് പറയുമ്പോൾ C-സെക്ഷൻ ഒക്കെ ആവശ്യമായ ഘട്ടത്തിൽ പേഷ്യന്റിനെ പെട്ടെന്ന് മൂവ് ചെയ്യിക്കാനാണ് OT-യുടെ അടുത്തായിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടം റൂമിന്റെ അടുത്തായിരിക്കണം ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനെ അമ്മയും റൂമിലോട്ട് മാറ്റുവാനുള്ള സൗകര്യപ്രദത്തിന് വേണ്ടിയാണ്. പിന്നെ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കുഞ്ഞിന് ട്രീറ്റ്മെന്റ് ഒക്കെ നൽകുവാൻ NICUവിന്റെ അടുത്തായിരിക്കണം ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തും പോസ്റ്റ്മോർട്ടം യൂണിറ്റിന് അടുത്തും പിന്നെന്താണ് NICUവിന് അടുത്തുമായിരിക്കണം ഈ ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഡിസൈൻ. ഡിസൈൻ എങ്ങനെയായിരിക്കണം ഈ ലേബർ റൂം ഡിസൈൻ ചെയ്യേണ്ടത്? എന്തൊക്കെ ഫെസിലിറ്റീസ് ആ ലേബർ റൂമിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം നോക്കാം. ലേബർ റൂം മസ്റ്റ് ബി ഓഫ് ഇനഫ് സൈസ് with large doors allowing passage of the bed or structure with attendants. ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് സ്ട്രക്ചറുമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വലിപ്പത്തിലുള്ള എന്താണ് റൂമുകൾക്ക് വേണ്ടത്ര വലിപ്പവും വലിയ വാതിലുകളും ഉണ്ടായിരിക്കണം. സ്ട്രക്ചറുമായിട്ട് ആ സ്റ്റാഫിന് മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വലിപ്പവും റൂമുകൾക്ക് വലിപ്പവും വേണ്ടത്ര വാതിലുകളും ഉണ്ടായിരിക്കണം. വലിയ വാതിലുകളും ഈ ലേബർ റൂമിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? എന്താണ് മെയിൻലി പറയുന്നത്? ലേബർ റൂം വലുതായിരിക്കണം, വലിപ്പത്തിലുള്ള ഡോറുകളും ഉണ്ടായിരിക്കണം. പിന്നെന്താ പറയുന്നത്? The labor room complex should have enough light, power backup, ventilation, triage area, clean utility area, autoclave supplies and common supplies such as towels, linens, etc. പിന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം? ഒരു ലേബർ റൂമിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം? ഇനഫ് ലൈറ്റ് ഉണ്ടായിരിക്കണം, ആവശ്യത്തിന് വെളിച്ചം ഉള്ള റൂം ആയിരിക്കണം ലേബർ റൂം എന്ന് പറയുന്നത്. പിന്നെന്താണ്? പവർ ബാക്കപ്പ്. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇലക്ട്രിസിറ്റി ഇന്ററപ്ഷൻ ഉണ്ടായാൽ അത് തടയുന്നതിനായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് പവർ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഡിവൈസുകൾ സെറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ദെൻ വെന്റിലേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള എയർ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ വെന്റിലേഷൻസ് ഇത്തരം ലേബർ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ദെൻ ട്രയേജ് ഏരിയ, ഇനഫ് ലൈറ്റ്, പവർ ബാക്കപ്പ്, വെന്റിലേഷൻ, ഇത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ ആണ് ട്രയേജ് ഏരിയ. എന്താണ് ട്രയേജ് ഏരിയ? എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള. അപ്പൊ എന്താണ്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെയിനുമായിട്ട് വരുന്ന പേഷ്യന്റിനെ എല്ലാവരെയും നേരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലേബർ റൂമിലേക്ക് അല്ല ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണോ? പെയിനുമായിട്ട് വരുന്ന എല്ലാവരെയും ഡയറക്റ്റ് ആയിട്ട് ഡെലിവറി റൂമിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്? അവരെ ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യും. ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് പേഷ്യന്റിന്റെ, പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് പേഷ്യന്റിനെ. എന്തിന്റെ ബേസിൽ? അവരുടെ എമർജൻസിയുടെ ബേസിൽ പേഷ്യന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഏരിയയാണ് ഈ ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പേഷ്യന്റിനെ അവരുടെ എമർജൻസി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയയാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ട്രയേജ് ഏരിയ? എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ അല്ലെങ്കിൽ പെയിൻ ആയിട്ടൊക്കെ വരുന്ന പേഷ്യൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയ ആണ് ട്രയേജ് ഏരിയ.
അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാല് ലേബർ റൂമിലേക്ക് വരുന്ന പേഷ്യന്റിന്റെ ഒഴുക്കിനെ ഫലപ്രദമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഏരിയയാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. അതായത് പെയിനുമായിട്ട് വരുന്ന എല്ലാവരെയും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലേബർ റൂമിലോട്ടല്ല ഷിഫ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, അവരെ ഈ ട്രയേജ് ഏരിയയിലോട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം അവരെ അസസ് ചെയ്യുന്നു, അവരെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നു. ഓക്കെ, പിന്നെന്താണ്, പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പേഷ്യന്റിന്റെയും വോമ്പിലുള്ള ബേബിയുടെ ഹാർട്ട് ബീറ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു പെയിനുമായിട്ട് വരുന്ന പേഷ്യന്റിനെ നമ്മൾ ഫസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യും, പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്യും. പേഷ്യന്റിന് ഇത്രയും പ്രഗ്നൻസി പീരീഡിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഷുഗറോ BP പോലുള്ള അസുഖങ്ങൾ ഉണ്ടോ തുടങ്ങിയ മെഡിക്കൽ റെക്കോർഡ്സ് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ മോണിറ്റർ ചെയ്യും, അവരുടെ ഫിസിക്കൽ കണ്ടീഷൻസ്, അവരുടെ വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് എന്താണ്, ഡിസിഷൻ മേക്കിംഗ്. ഇത്തരത്തിൽ കളക്ട് ചെയ്ത ഇൻഫോർമേഷന്റെ ബേസിൽ ആ പേഷ്യന്റില് ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട്, ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്ത് തീരുമാനമാണ്, പേഷ്യന്റിനെ ഏത് റൂമിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എമർജൻസി സിറ്റുവേഷൻ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിനെ അപ്പോൾ തന്നെ ഡെലിവറി റൂമിലേക്ക്, ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അല്ല അത്ര കോംപ്ലിക്കേഷൻ ഇല്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ അവരെ നമ്മൾ എങ്ങോട്ടേക്കാ ഷിഫ്റ്റ് ചെയ്യുന്നത്, പ്രീ ഓപ്പറേറ്റീവ് റൂമിലേക്ക്, പ്രീ ഡെലിവറി റൂം. ഓക്കെ, പ്രീ ഡെലിവറി റൂമിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു കേസ് ഉണ്ട്, പെയിനുമായിട്ട് വരുന്ന പേഷ്യന്റ്. ഇപ്പൊ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ അവർക്ക് ആ പെയിനിനെ കുറിച്ച് അത്ര അറിവുണ്ടായിരിക്കില്ല. ഓക്കെ, ഇപ്പൊ മറ്റെന്തെങ്കിലും കാരണത്താൽ പെയിനുമായിട്ട് വരുന്ന പേഷ്യന്റ് ഉണ്ട്. ഓക്കെ, അത്തരം പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്ത്, അവരുടെ മെഡിക്കൽ റെക്കോർഡ് ചെക്ക് ചെയ്ത് നമുക്ക് അത്തരം പേഷ്യന്റിന് എന്ത് ചെയ്യാം, ഈ ഡെലിവറിക്കുള്ള പെയിൻ അല്ലെങ്കിൽ അത്തരം പേഷ്യന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്സർവേഷന് ശേഷം പേഷ്യന്റിനെ വീട്ടിലേക്ക് തിരിച്ചയക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോസസ്സ് നടത്തുന്നതിനുള്ള ഏരിയാസ് ആണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ പെയിനുമായിട്ട് വരുന്ന എല്ലാ പേഷ്യന്റിനെയും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ലേബർ റൂമിലേക്കല്ല മാറ്റുന്നത്. പേഷ്യന്റിനെ ആ കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പേഷ്യന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന ആ ഏരിയയാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ട്രയേജ് ഏരിയ? എന്താണ് അഞ്ജിത ട്രയേജ് ഏരിയ? ട്രയേജ് ഏരിയയിൽ ഏതൊക്കെ പ്രോസസ്സാണ് നടക്കുന്നത്? സ്ക്രോൾ ചെയ്യാനായിട്ടോ? മിസ് പറയട്ടെ, പറഞ്ഞോളൂ. പെയിനായിട്ട് വരുന്ന അല്ലെങ്കിൽ അടിയന്തര സിറ്റുവേഷൻസിൽ വരുന്ന എല്ലാ ഗർഭിണികളെയും നമ്മൾ പെട്ടെന്ന് ലേബർ റൂമിലോട്ട് കയറ്റാറില്ല. അവരെ ആദ്യം എക്സാമിനേഷൻ ചെയ്ത് അവരെ ക്ലാസിഫൈ ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പ്രീ ഡെലിവറി റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് അങ്ങനെയൊക്കെ ഉള്ള ഏരിയാസിനെയും കൂടി എല്ലാം ചേർത്ത് പറയുന്നതാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. പെയിനുമായിട്ട് വരുന്ന പേഷ്യന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള, ആ എമർജൻസിയുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയയാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? യൂട്ടിലിറ്റി ഏരിയ, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ. ലേബർ റൂമിലേക്ക് ആവശ്യമായ എല്ലാ, ഓക്കെ സ്ക്രീൻ ക്ലിയർ അല്ലേ? ഡിസൈൻസ്. ഓക്കെ, യൂട്ടിലിറ്റി ഏരിയ എന്താണ്? ലേബർ റൂമിലേക്ക് ആവശ്യമായ എല്ലാ ഡിവൈസുകളും കീപ്പ് ചെയ്യുന്ന ഏരിയയാണ് യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത്. മെഡിക്കൽ ഡിവൈസുകൾ ആയിക്കോട്ടെ, മെഡിക്കൽ സപ്ലൈസ് ആയിക്കോട്ടെ, ഇത്തരം സാധനങ്ങൾ, ഇത്തരം വസ്തുക്കൾ കീപ്പ് ചെയ്യുന്ന ഏരിയയാണ് യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ എന്താണ്? ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് ആൻഡ് കോമൺ സപ്ലൈസ് സച്ച് ആസ് ടവൽസ്, ലിനൻ എക്സെട്ര. ഓട്ടോക്ലേവ് എന്തായിരുന്നു? ഓട്ടോക്ലേവ് എന്താണെന്ന് ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു ഓട്ടോക്ലേവ്? സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യുന്ന മെത്തേഡ്. സ്റ്റെറിലൈസേഷന് വേണ്ടി, ജെം ഫ്രീ ആക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്, ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ ജെം ഫ്രീ ആയിട്ടുള്ള ഡിവൈസുകളെയും
സപ്ലൈ ചെയ്യുന്നതിനുള്ള ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇൻഫെക്ഷൻസ് തടയുന്നതിനും ലേബർ റൂമിലെ എല്ലാ ഡിവൈസുകളും എങ്ങനെയായിരിക്കണം ലേബർ റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും എല്ലാ എക്യുപ്മെന്റ്സുകളും അവിടെ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അവിടെ ഉപയോഗിക്കുന്ന ഡെലിവറി കിറ്റുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടവൽസ് ആയിക്കോട്ടെ, ക്ലോത്ത്സ് ആയിക്കോട്ടെ, എല്ലാം പ്രോപ്പർ ആയിട്ട് ജെം ഫ്രീ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെന്താണ്? ദിസ് ഏരിയ ഷുഡ് ബി ഡിസൈൻ ടു ബ്ലോക്ക് ഔട്ട് സൗണ്ട്, ensuring that patients can experience optimal comfort and relaxation. Facilities for examination, preparation and observations are also available. ആ ലേബർ റൂം എന്ന് പറയുന്നത് പേഷ്യന്റിന് എന്താണ് കംഫർട്ട് ആയിട്ട് ഇരിക്കാനും റിലാക്സേഷനും വേണ്ടി എങ്ങനെയുള്ളതായിരിക്കണം? സൗണ്ടിനെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റൂമുകളായിരിക്കണം ലേബർ റൂം എന്ന് പറയുന്നത്. സൗണ്ട് പ്രൂഫ് ആയിരിക്കണം, അതായത് സൗണ്ടുകൾ പേഷ്യന്റിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടുള്ളതല്ല. സൗണ്ടുകളെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റൂമുകളായിരിക്കണം ലേബർ റൂംസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? പേഷ്യന്റിന്റെ കംഫർട്ടിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ റിലാക്സേഷന് വേണ്ടിയാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കണം ലേബർ റൂമിന്റെ ഡിസൈൻ? പിന്നെ എങ്ങനെയായിരിക്കണം? എക്സാമിനേഷൻ ചെയ്യുന്നതിനുള്ള പരിശോധനകൾക്ക് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ റൂം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? പ്രിപ്പറേഷൻ റൂം ഉണ്ടായിരിക്കണം. ആൻഡ് ഒബ്സർവേഷൻസ് ആർ ഓൾസോ അവൈലബിൾ. ഓക്കെ, പേഷ്യന്റിനെ പരിശോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇതിന് ഡെലിവറിക്ക് വേണ്ടി തയ്യാറാകുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. അതേപോലെ ഒബ്സർവേഷൻ ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും ഈ ലേബർ റൂമിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഡിസൈൻ എന്താണ് ഡിസൈനിൽ പറയുന്നത്? എന്താ, എങ്ങനെയായിരിക്കണം ലേബർ റൂം എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കണം ലേബർ റൂം? ഫസ്ന, എങ്ങനെയാണ് ലേബർ റൂം? ലേബർ റൂമിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം? ഫസ്ന. അവിടെയുള്ള എല്ലാ സ്ട്രക്ചർ അതുപോലെയുള്ള ഉപകരണങ്ങളൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആ തരത്തിലുള്ള വലിപ്പത്തിലുള്ളതായിരിക്കണം ലേബർ റൂം. പിന്നെ ലൈറ്റ്, പവർ ബാക്ക്. ലൈറ്റ്, പവർ ബാക്ക്, ബാക്കപ്പ് വെന്റിലേഷൻ, ട്രയേജ് ഏരിയ, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും ഉണ്ടായിരിക്കണം. ഫെസിലിറ്റീസും ലേബർ റൂമിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ട്രയേജ് ഏരിയ എന്തായിരുന്നു? ട്രയേജ് ഏരിയ എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് വരുന്ന പേഷ്യന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയയാണ് ട്രയേജ്. അവരുടെ എമർജൻസിയുടെ ബേസിൽ എന്താണ് പേഷ്യന്റിനെ ഏത് റൂമിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനുള്ള ആ തീരുമാനം എടുക്കുന്നതിനുള്ള ഒരു റൂമാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്തായിരുന്നു? ഓട്ടോക്ലേവ്. സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഫസ്റ്റിനെ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, പറയൂ. ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് സപ്ലൈ. യൂസ് ചെയ്യുന്ന എല്ലാ വസ്തുക്കളും എങ്ങനെയായിരിക്കണം? ജെം ഫ്രീ ചെയ്തതായിരിക്കണം. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണ് ലേബർ റൂമിന്റെ? സൗണ്ട് റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള റൂം ആയിരിക്കണം ലേബർ റൂമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, കംഫർട്ട് ആൻഡ് റിലാക്സേഷൻ ഉറപ്പുവരുത്തും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലേബർ റൂമിന്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. തസ്നീം എന്നാണ് പേര്. മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്?
the LDR means labor, പിന്നെ ഏതാണ് ഡെലിവറി ആൻഡ് റിക്കവറി. ഓക്കെ, LDR ലേബർ ഡെലിവറി ആൻഡ് റിക്കവറി. IDR എന്നാ കൊടുത്തേക്കണത്, വെട്ടിയിട്ട് LDR എന്നാക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ LDR കോംപ്ലക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3 സോൺസ്. ഓക്കെ, നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ 4 സോൺ ആയിട്ട്, ഓപ്പറേഷൻ തിയേറ്റർ സ്യൂട്ടിനെ 4 സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതേപോലെ തന്നെ ഈ ലേബർ റൂമിനെ അല്ലെങ്കിൽ ലേബർ ഡെലിവറി റിക്കവറി റൂമിനെ മെയിൻലി 3 സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എത്ര സോൺ ആണ്? 3 സോൺസ്. ഓക്കെ, ഏതൊക്കെയാണ്? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ, പിന്നെ അതുപോലെ തന്നെ ഡെലിവറി സോൺ കൺസിസ്റ്റ് ഓഫ് ക്ലീൻ സപ്ലൈ റൂം. മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്, മ്യൂട്ട്. ഏതൊക്കെയാണ് 3 സോണുകൾ? ഏതൊക്കെയാണ്? അൺസ്റ്റെറൈൽ സോൺ വരുന്നുണ്ട്, പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡെലിവറി സോൺ വരുന്നുണ്ട്. കിട്ടിയോ? 3 സോണുകൾ കിട്ടിയോ? കിട്ടി മാഡം. റിജോ പ്ലീസ് സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? അപ്പോ അൺസ്റ്റെറൈൽ സോണിന്റെ പ്രത്യേകത എന്താണ്? ഈ അൺസ്റ്റെറൈൽ സോണിൽ വരുന്ന ഏരിയാസുകൾ എങ്ങനെയാണ്? പ്രോപ്പർ ആയിട്ട് സ്റ്റെറൈൽ ചെയ്തിരിക്കുന്ന ഏരിയാസ് അല്ല നമ്മൾ ഈ അൺസ്റ്റെറൈൽ സോണിൽ വരുന്ന ഏരിയാസ്. ഓക്കെ, നമ്മൾ എന്താണ് സ്റ്റെറൈൽ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇത്തരം സോണുകളിൽ സ്റ്റെറൈൽ കണ്ടീഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അത് ഏതൊക്കെ ഏരിയയാണ്? ഈ അൺസ്റ്റെറൈൽ സോണിൽ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, പിന്നെന്താണ് പബ്ലിക് യൂട്ടിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, വെയിറ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലേബർ റൂമിലേക്ക് പോയിരിക്കുന്ന പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിന് സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയയാണ് എന്ത്? വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫാമിലി മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയയാണ് വെയിറ്റിംഗ് ഏരിയ. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, അവരുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നോട്ട് ചെയ്യുക, പിന്നെന്താണ് റെക്കോർഡുകൾ, പേഷ്യന്റിന്റെ റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതാണ് വെയിറ്റിംഗ് ഏരിയ ആയിക്കോട്ടെ, പിന്നെന്താണ് യൂട്ടിലിറ്റി ഏരിയ, ഇതൊന്നും എങ്ങനെയല്ല? പ്രോപ്പർ ആയിട്ട് എങ്ങനെയല്ല? സ്റ്റെറൈൽഡ് ഏരിയ അല്ല. ഓക്കെ, ക്ലിയർ ആണോ? അൺസ്റ്റെറൈൽ സോൺ ആണ്. ക്ലിയർ ആണോ? പബ്ലിക് യൂട്ടിലിറ്റിയിൽ ഏതൊക്കെ വരാം? നമ്മുടെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, പിന്നെ ഫോൺ ചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ. ഇത്തരം ഏരിയാസ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് സ്റ്റെറൈൽഡ് ചെയ്തിട്ടുള്ള ഏരിയാസ് അല്ല. ഓക്കെ, അപ്പൊ അൺസ്റ്റെറൈൽ സോൺ ക്ലിയർ ആണോ? അൺസ്റ്റെറൈൽ സോൺ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, പിന്നെ ഏതാണ് പബ്ലിക് യൂട്ടിലിറ്റി വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് പ്രൊട്ടക്റ്റീവ് സോൺ. എന്താണ് പ്രൊട്ടക്റ്റീവ് സോണിന്റെ പ്രത്യേകത? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസ് ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിന്റെ പ്രത്യേകത? എന്താണ്? പേഷ്യന്റിന്റെ റെക്കോർഡ്സുകൾ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഡാറ്റാസുകളും അപ്ഡേറ്റ് ചെയ്യുക, പിന്നെന്താണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ നോട്ട് ചെയ്യുക, പിന്നെന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ മാനേജ് ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഏരിയാസ് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഏരിയയും എങ്ങനെയല്ല? സ്റ്റെറൈൽ സോൺ അല്ല, സ്റ്റെറൈൽ ഏരിയ അല്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഏതൊക്കെയാണ് അൺസ്റ്റെറൈൽ സോണിൽ വരുന്ന ഏരിയാസ്? ഏതൊക്കെയാണ്? ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, ദെൻ പബ്ലിക് യൂട്ടിലിറ്റി വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രൊട്ടക്റ്റീവ് സോൺ. പ്രൊട്ടക്റ്റീവ് സോണിന്റെ പ്രത്യേകത എന്താണ്? അതിൽ വരുന്ന ഏരിയാസ് ഏതൊക്കെയാ? ചേഞ്ച് റൂം വരുന്നുണ്ട്, പ്രീ ലേബർ റൂം വരുന്നുണ്ട്, മെഡിസിൻ സ്റ്റോർ വരുന്നുണ്ട്, ഓക്കെ, ഡ്യൂട്ടി റൂം എക്സെട്ര. ഇത്തരം റൂമുകൾ വരുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. അതായത് അമ്മയുടെയും കുഞ്ഞിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സോണാണ് പ്രൊട്ടക്റ്റീവ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അമ്മയുടെയും കുഞ്ഞിന്റെയും സുരക്ഷ, സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന റൂമുകളാണ് പ്രൊട്ടക്റ്റീവ് സോണിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ചേഞ്ചിങ് റൂമിന്റെ പ്രത്യേകത എന്താണ്?
നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ സോണിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ചേഞ്ചിങ് റൂം. പക്ഷെ ഇവിടെ വരുന്ന പ്രൊട്ടക്റ്റീവ് സോണിൽ വരുന്ന ചേഞ്ചിങ് റൂമിന്റെ പ്രത്യേകത എന്താണ്? PPE വെയർ ചെയ്യുന്നതിനുള്ള റൂമാണ് ചേഞ്ചിങ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, മാസ്ക് PPE എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഏതൊക്കെയാണ് PPE വരുന്നത്? ഗ്ലൗസ്, മാസ്ക്, ഫേസ് ഷീൽഡ്. PPE വെയർ ചെയ്യുന്നതിനുള്ള, ചേഞ്ച് ചെയ്യുന്നതിനുള്ള റൂം വരുന്നത് ഈ പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഏതാണ്? പ്രീ ലേബർ റൂം. ഓക്കെ, പ്രീ ഡെലിവറി റൂം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലേ? ആ പ്രീ ഡെലിവറി റൂം വരുന്നത് പ്രൊട്ടക്റ്റീവ് സോണിലാണ്. പ്രീ ഡെലിവറി റൂമിന്റെ പ്രത്യേകത എന്താണ്? ഡെലിവറി റൂമിലേക്ക് പോകുന്നത് വരെ പേഷ്യന്റിനെ സ്റ്റേ ചെയ്യുന്ന റൂമാണ് പ്രീ ഡെലിവറി റൂം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ മദറിന്റെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് ആവശ്യമായ, മോണിറ്റർ ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ഡിവൈസുകളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരം പ്രീ ഡെലിവറി റൂം ഇത് വരുന്നത് എവിടെയാണ്? പ്രൊട്ടക്റ്റീവ് സോണിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഏതാണ്? മെഡിസിൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന റൂമുകൾ വരുന്നതും പ്രൊട്ടക്റ്റീവ് സോണിലാണ്. ക്ലിയർ ആണോ? അപ്പൊ പ്രൊട്ടക്റ്റീവ് സോണിൽ ഏതൊക്കെയാ വരുന്നത്? ചേഞ്ച് റൂം വരുന്നുണ്ട്, പ്രീ ലേബർ റൂം വരുന്നുണ്ട്, മെഡിസിൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂം വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഡെലിവറി സോൺ. തേർഡ് സോൺ ആണ് ഡെലിവറി സോൺ. അപ്പൊ നമ്മൾ ഈ സോണിനെ, ഈ ഏരിയാസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 3 സോണുകളാക്കി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ അൺസ്റ്റെറൈൽ സോൺ വരുന്നുണ്ട്, പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, ആൻഡ് തേർഡ് വൺ ഏതാണ്? ഡെലിവറി സോൺ. ഡെലിവറി സോണിന്റെ പ്രത്യേകത എന്താണ്? അതായത് ചൈൽഡ് ബർത്ത് പ്രോസസ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് ഡെലിവറി സോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ചൈൽഡ് ബർത്ത് പ്രോസസ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ഒരു തേർഡ് സോൺ ആണ് ഏത്? ഡെലിവറി സോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഡെലിവറി സോണിൽ ഏതൊക്കെ ഏരിയാസ് ഉൾപ്പെട്ടിരിക്കുന്നു? ഏതൊക്കെയാണ്? സ്ക്രബ് സ്റ്റേഷൻ വരുന്നുണ്ട്. എന്തായിരുന്നു സ്ക്രബിംഗ് മെത്തേഡ്? ആർക്കെങ്കിലും പറയാവോ? സ്ക്രബിംഗ് മെത്തേഡ് എന്തായിരുന്നു? സ്ക്രബ് എന്തായിരുന്നു? സ്ക്രബ് നമ്മൾ പഠിച്ചതാണ്. എന്താണ് സ്ക്രബ്? ഹാൻഡ് പ്രോപ്പറായി വാഷ് ചെയ്യുന്നതിനാണ് സ്ക്രബ്. ജം ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പറായി വാഷ് ചെയ്യുന്നതിന്. സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് ഹാൻഡ് നമ്മൾ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യുന്നതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ക്രബിംഗ് ചെയ്യുന്നതിനുള്ള സ്ക്രബ് റൂം ഉൾപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? ഈ സ്ക്രബ് സ്റ്റേഷൻ വന്നിരിക്കുന്നത് ഡെലിവറി സോണിലാണ്. ഓക്കെ, സ്ക്രബ് സ്റ്റേഷൻ വരുന്നുണ്ട്. പിന്നെന്താണ്? ഡെലിവറി റൂം വരുന്നുണ്ട്. ചൈൽഡ് ബർത്ത് പ്രോസസ് നടക്കുന്ന ഡെലിവറി റൂം. ഓക്കെ, പറയാം. ഡെലിവറി റൂം വരുന്നത് എവിടെയാണ്? ഡെലിവറി സോണിലാണ്. പിന്നെന്താണ്? ക്ലീൻ സപ്ലൈ റൂം വരുന്നത്, എല്ലാം ജം ഫ്രീ ആയിട്ടുള്ള എല്ലാ ഡിവൈസുകളെയും കീപ്പ് ചെയ്യുന്ന റൂം വരുന്നതും എവിടെയാണ്? ഡെലിവറി സോണിലാണ്. ഡെലിവറിക്ക് ആവശ്യമായ എല്ലാ ഡിവൈസുകളും പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് ജം ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്ന ഏരിയാസും ഉൾപ്പെടുന്നത് എവിടെയാണ്? ഈ ഡെലിവറി സോണിലാണ്. ഓക്കെ, ക്ലിയർ ആണോ? 3 സോണുകൾ ക്ലിയർ ആണോ? ഏതൊക്കെയാണ് 3 സോൺസ്? 3 സോണുകൾ ഏതൊക്കെയാ? എല്ലാവരും മ്യൂട്ട് ചെയ്യൂ പ്ലീസ്, മ്യൂട്ട് ചെയ്യൂ. ഫസീന ഓർ ഫസീല? ഫസീല. ഓക്കെ, ഫസീല പറഞ്ഞു. അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ ആൻഡ് ഡെലിവറി സോൺ. അൺസ്റ്റെറൈൽ സോണിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, വെയിറ്റിംഗ് ഏരിയ ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ വരുന്നുണ്ട്, വെയിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്, പബ്ലിക് യൂട്ടിലിറ്റി വരുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് സോണിൽ ഏതൊക്കെയാ വരുന്നത്? ചേഞ്ച് റൂം വരുന്നുണ്ട്. അതായത് PPE വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൂമാണ് ചേഞ്ച് റൂം. പിന്നെ പ്രീ ലേബർ റൂം, പിന്നെ മെഡിസിൻ സ്റ്റോർ ഡ്യൂട്ടി റൂം. ഓക്കെ, ദെൻ ഡെലിവറി സോണിൽ ഏതൊക്കെ മേഖലകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് ആണ് വരുന്നത്? ക്ലീൻ സപ്ലൈ റൂം, സ്ക്രബ് സ്റ്റേഷൻ, ഡെലിവറി റൂം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മുടെ LDR എന്തായിരുന്നു? LDR ലേബർ, ഡെലിവറി ആൻഡ് റിക്കവറി. ഓക്കെ, ഈ കോംപ്ലക്സിനെ നമ്മൾ മെയിൻലി 3 സോൺ
ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ്. ഓക്കെ, ഒരു ലേബർ റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ആവശ്യമായിട്ടുള്ളത്? ഏതൊക്കെയാണ്? നഴ്സിംഗ് സ്റ്റേഷൻ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്, മ്യൂട്ട് ചെയ്യൂ. ഏതൊക്കെ ഫെസിലിറ്റീസ് ആണ് ഒരു ലേബർ റൂമിന് ഉണ്ടായിരിക്കേണ്ടത്? എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്? ഫസ്റ്റ് വൺ ആണ് നഴ്സിംഗ് സ്റ്റേഷൻ. എന്താണ് നഴ്സിംഗ് സ്റ്റേഷൻ? നമുക്കറിയാം ലേബർ റൂമിനുള്ളിൽ അല്ലെങ്കിൽ ആ കോംപ്ലക്സിൽ ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. എന്താണ്? ലേബർ ഡെലിവറി റിക്കവറി റൂമിൽ പേഷ്യന്റിനെ കെയർ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെ, അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, അവരുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന നേഴ്സസിന്റെ റൂമുകളാണ്. അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ഏരിയാസ് ആണ് നേഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും അവർ കെയർ ചെയ്യുന്നത്, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആരാണ്? നേഴ്സസ് ആണ്, അല്ലെ, ഹെൽത്ത് കെയർ സ്റ്റാഫുകളാണ്, നേഴ്സസ് ആണ്. അപ്പൊ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഏരിയാസ് ആണ് ഈ നേഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതേപോലെ തന്നെ പേഷ്യന്റിന്റെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിന് ആവശ്യമായ എന്താണ് കമ്പ്യൂട്ടേഴ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിനുള്ള കമ്പ്യൂട്ടേഴ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ ഡിവൈസുകളും, ഫോൺസ് ആയിക്കോട്ടെ കമ്പ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ സപ്ലൈസ്, എമർജൻസി ആയിട്ടുള്ള മരുന്നുകൾ, ഡിവൈസുകളൊക്കെ ഈ നഴ്സിംഗ് സ്റ്റേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നഴ്സിംഗ് സ്റ്റേഷൻ എന്താണെന്ന് ക്ലിയർ ആണോ? എന്താണ് നഴ്സിംഗ് സ്റ്റേഷൻ? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന്. ഓക്കെ, എന്താണ് നഴ്സിംഗ് സ്റ്റേഷൻ? അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നേഴ്സസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ഏരിയാസ് ആണ് നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റിന്റെ എന്ത് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിനുള്ള കമ്പ്യൂട്ടേഴ്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിവൈസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ സാധാരണ യൂസ് ചെയ്യേണ്ടി വരുന്ന മെഡിസിൻസ്, ഡിവൈസുകൾ തുടങ്ങിയവ ഈ നഴ്സിംഗ് സ്റ്റേഷനിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഏതാണ്? സൂപ്പർവൈസേഴ്സ് ഓഫീസ്. നെക്സ്റ്റ് വൺ ആണ് സൂപ്പർവൈസറിന്റെ ഓഫീസ് ഈ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട്. LDRന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഒരു ഏരിയ ഉണ്ടായിരിക്കും. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഏരിയാസ് ഉണ്ടായിരിക്കും. ഈ ഏരിയയാണ് സൂപ്പർവൈസറിന്റെ ഓഫീസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ മെയിൻ ആയിട്ട് ഇത്രയും പഠിച്ചാൽ മതി. നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും, പിന്നെന്താണ് സൂപ്പർവൈസറിന്റെ ഓഫീസ് ഉണ്ടായിരിക്കും, വെയിറ്റിംഗ് റൂം ഉണ്ടായിരിക്കും. നമുക്കറിയാം പേഷ്യന്റിന്റെ ഫാമിലീസിന് വെയിറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? അപ്പൊ വെയിറ്റിംഗ് റൂംസ് ഈ LDRൽ ഉണ്ടായിരിക്കും. പിന്നെന്താണ് സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്. സ്ക്രബ് ചെയ്യുന്നതിനും വാഷ് ചെയ്യുന്നതിനുമുള്ള പ്രത്യേകം ഏരിയാസ് ഈ റൂമിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത് ചേഞ്ചിങ് ഏരിയാസ്. ഓക്കെ, നേഴ്സസിന്റെ ഡ്യൂട്ടി റൂംസ് ഉൾപ്പെടുന്നുണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, പേഷ്യന്റിനായിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് വേണ്ട ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെന്താണ് ചേഞ്ചിങ് ഏരിയാസ് ഉണ്ടായിരിക്കും. അവരുടെ റൂമുകൾ ചേഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായ PP വെയർ ചെയ്യുന്നതിന് ആവശ്യമായ ചേഞ്ചിങ് റൂംസുകളും ഇത്തരം LDRൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെന്താണ് റൂംസ് ഡിസൈൻഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ് ആൻഡ് മെഡിസിൻസ്. ഈ റൂംസുകൾ എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിസിൻസും എക്യുപ്മെന്റ്സും സ്റ്റോർ ചെയ്യുന്നതിന് ആവശ്യമായ എന്താണ് സ്റ്റോറേജ് റൂമുകളും ഇത്തരം LDRൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്. നമുക്കിപ്പോ ലേബർ റൂമിലേക്ക് ആവശ്യമായ ഡിവൈസുകളെ സ്റ്റെറിലൈസ് ചെയ്യണം, ജം ഫ്രീ ആക്കണം. ഓക്കെ, അതിനാവശ്യമായ എല്ലാ ഡിവൈസുകളും ഈ റൂമുകളിൽ LDR കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ക്ലിനിക്കൽ ഏരിയാസ്. ക്ലിനിക്കൽ ഏരിയാസ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് പേഷ്യന്റിനെ സ്റ്റേ ചെയ്യുന്ന ഏരിയ ഏതാണ്? പ്രീ ഡെലിവറി റൂം ആണ്, അല്ലെ? പ്രീ ഡെലിവറി റൂം ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഏതാണ്? പ്രീ ഡെലിവറി റൂമിലേക്ക് ആവശ്യമായ എല്ലാ ഡിവൈസുകളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇത്തരം ഫെസിലിറ്റീസും ഈ LDR കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്. അതിന്റെ ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കണം?
ടൈൽഡ് ചെയ്തിരിക്കണം. ഓക്കെ, ടൈൽ ചെയ്തിരിക്കണം. പിന്നെന്താണ്, ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കണം. നമുക്കറിയാം ഈ ലേബർ റൂം എന്ന് പറയുന്നത് നിറച്ചും എന്താണ്, ഫ്ലൂയിഡ് താഴെ വീഴാൻ ചാൻസസ് ഉണ്ട്. പിന്നെന്താണ്, സ്പിൽ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതുമൂലം ഹെൽത്ത് കെയർ സ്റ്റാഫിനോ പേഷ്യൻസിനോ ഇഞ്ചുറീസ് ഉണ്ടാവും അല്ലെ, ഒരു സ്കിപ്പ് ആകാം അല്ലെങ്കിൽ സ്ലിപ്പായിട്ട് തെന്നി വീഴാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഫ്ലോറിംഗ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെന്താണ്, സെൻട്രലി എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. എന്താണ് സെൻട്രലി എയർ കണ്ടീഷൻഡ് റൂമിന്റെ പ്രത്യേകത? ഓരോ റൂമുകളും നമ്മൾ പറഞ്ഞു 3 സോൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. 3 സോണുകൾക്കും പ്രത്യേകം AC എയർ കണ്ടീഷൻഡ് ചെയ്യാതെ ഈ 3 റൂമുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് എന്താണ്, ഒരു എയർ കണ്ടീഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് സെൻട്രലി എയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ഇൻഡിവിജ്വൽ എയർ കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, ഈ 3 റൂമുകൾക്കും വേണ്ടി ഒരൊറ്റ എയർ കണ്ടീഷനിൽ നിന്നും ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് സെൻട്രലി എയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഫെസിലിറ്റീസും ഈ കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് വേണ്ടത്? എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ്? ഓക്കെ, പിന്നെന്താണ്, സൂപ്പർവൈസ് ഓഫീസ്. കണ്ടിന്യൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്, മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, എന്തൊക്കെ ഫെസിലിറ്റീസ് ആ വേണ്ടത്? എലിസബത്ത് എന്നായിരുന്നു പേര്. ഓക്കെ, ഓക്കെ, സോറി മാഡം. നഴ്സിംഗ് സ്റ്റേഷൻ, സൂപ്പർവൈസേഴ്സ് ഓഫീസ്. സൂപ്പർവൈസറിന്റെ ഓഫീസ് വേണം. അതേപോലെ തന്നെ നഴ്സിംഗിന്റെ സ്റ്റേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, നഴ്സസ്മാർക്ക് സ്പെഷ്യൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഏരിയാസ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്, വെയിറ്റിംഗ് റൂം. വെയിറ്റിംഗ് റൂം വേണം. സ്ക്രബ് ഏരിയാസ് ആൻഡ് വാഷിംഗ് ഏരിയാസ്. ഓക്കെ, ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്ത്സ് ചേഞ്ചിങ് ഏരിയ. ഓക്കെ, പിന്നെന്താണ്, റൂംസ് ഡിസൈൻഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് മെഡിസിൻസ്. എങ്ങനെയായിരിക്കണം ആ റൂംസ് ഡിസൈൻ ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കണം? സ്റ്റെറൈൽ മെഡിസിൻസും എക്യുപ്മെന്റ്സുകളും സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം റൂമുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെന്താണ്, സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്. സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ക്ലിനിക്കൽ ഏരിയാസ്. ക്ലിനിക്കൽ ഏരിയാസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഡെലിവറി റൂമുകൾ, അവർക്ക് അതിലേക്ക് ആവശ്യമായ എല്ലാ ഡിവൈസുകളും ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ്. എന്താ അതിന്റെ പ്രത്യേകത? ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് എന്താണ്? ഫ്ലോർ ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ജംസിൽ നിന്നൊക്കെ സുരക്ഷ. അതുകൂടാതെ ഈ ഓപ്പറേഷൻ റൂം ഡെലിവറി റൂം എന്ന് പറയുന്നത് താഴെ സ്പില്ലുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, മോയ്സ്ചർ ഉണ്ടാകാം അല്ലെ, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒക്കെ താഴെ വീഴാനായിട്ട് ചാൻസസ് ഉണ്ട്. അത്തരം സിറ്റുവേഷൻസിൽ സ്ലിപ്പ് ആകാം അല്ലെ, ഹെൽത്ത് കെയർ സ്റ്റാഫുകളോ പേഷ്യൻസോ സ്ലിപ്പായിട്ട് ഇഞ്ചുറീസ് വരാം. ഓക്കെ, അല്ലെങ്കിൽ സ്കിപ്പ് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. അത്തരം ഇഞ്ചുറീസിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആന്റി സ്കിഡ് ഫ്ലോറിംഗ് ആയിരിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു, സെൻട്രലി എയർ കണ്ടീഷൻഡ്. ഓപ്പറേഷൻ റൂംസുകളൊക്കെ, ലേബർ റൂംസ് ഒക്കെ സെൻട്രലി എയർ കണ്ടീഷൻഡ് റൂമുകളൊക്കെ ആയിരിക്കണം. സ്പെഷ്യലി ഓരോ റൂമുകൾക്കും ഇൻഡിവിജ്വൽ ആയിട്ട് എയർ കണ്ടീഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം മ്യൂട്ട് ചെയ്തോളൂ. ഇത്തരം റൂമുകളെ ഒരുമിപ്പിച്ച് എല്ലാ റൂമുകൾക്കും വേണ്ടി ഒരൊറ്റ എ സിയിൽ നിന്നും ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയാണ് സെൻട്രലി എയർ കണ്ടീഷൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്താണ് ലേബർ റൂം എന്ന് പഠിച്ചു അല്ലേ? ഒബ്സ്റ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, പിന്നെ മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? റിസീവിംഗ് ഏരിയ ഉൾപ്പെടുന്നുണ്ട്, എക്സാമിനേഷൻ ഏരിയ വരുന്നുണ്ട്, പ്രീ ഡെലിവറി റൂം വരുന്നുണ്ട്, ഡെലിവറി റൂം വരുന്നുണ്ട്, ദെൻ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം വരുന്നുണ്ട്. ലേബർ റൂമിന്റെ മറ്റൊരു പേരായിരുന്നു എന്ത്? ബെർത്തിങ് യൂണിറ്റ്. ഓക്കെ, ബെർത്തിങ് യൂണിറ്റ് എന്താണെന്ന് പഠിച്ചു. പിന്നെന്താണ് LDR? എന്തായിരുന്നു LDR? ലേബർ ഡെലിവറി റിക്കവറി റൂം, ഓൾസോ നോൺ ആസ്
LDRP. LDRP സ്യൂട്ട്. ഓക്കെ, LDRP സ്യൂട്ട്സ്. എന്താ LDRP സ്യൂട്ട്സ് എന്ന് പറഞ്ഞാല്? ലേബർ റൂം, ഡെലിവറി, റിക്കവറി, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് LDRP സ്യൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ലേബർ റൂമിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്ന് പറഞ്ഞല്ലേ? കൺവീനിയന്റ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം ഓപ്പറേഷൻ റൂമിന്റെ ലൊക്കേഷൻ വരേണ്ടത്. അതേപോലെ എങ്ങനെയായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്? ആവശ്യത്തിന് വലിപ്പമുള്ള ഡോർസുകൾ, ലാർജ് ആയിട്ടുള്ള റൂംസുകളാണ് ലേബർ റൂമായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ 3 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? അൺസ്റ്റെറൈൽ സോൺ, പ്രൊട്ടക്റ്റീവ് സോൺ ആൻഡ് ഡെലിവറി സോൺ. ഓക്കെ, അവിടേക്ക് വേണ്ട ഫെസിലിറ്റീസ് ഏതൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ലേബർ വാർഡ് പ്രോട്ടോകോൾസ് വരുന്നുണ്ട്. ഓക്കെ, ലേബർ വാർഡിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണ് മാം. ഞാൻ മൈൻഡ് ചെയ്തോട്ടെ? ഓക്കെ, താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. ബൈ. Thank you, ma'am. താങ്ക് യു മാം.